ഹലോ ഗൈസ്, ഞാൻ രാവിലെ തന്നെ സ്കൂളിലോട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കാൻ കാരണം ഇന്നെൻ്റെ ക്ലാസ് PT ആണ് ഗൈസ്. എൻ്റെ കൂടെ അമ്മയാണുള്ളത്. കാരണം എൻ്റെ എക്സാമിൻ്റെ മാർക്കൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് കുറ്റം പറയേണ്ടതല്ലേ. അപ്പോൾ നമുക്ക് സ്കൂളിലോട്ട് പോകാം. ഇതാണ് ഗൈസ് എൻ്റെ സ്കൂള്, ഞാൻ പഠിക്കുന്ന എൻ്റെ വിദ്യാലയം. ഞാൻ എത്രാം ക്ലാസ്സിലാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. ഞാൻ പറയാം, ഞാൻ 9th പഠിക്കുന്നത്. മീറ്റിംഗ് നടക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് മാർക്ക് കാണാം. ഇതെൻ്റെ ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ്. എനിക്ക് ഇംഗ്ലീഷിന് 80-70 മാർക്കുണ്ട്. ഇനി അടുത്ത പേപ്പർ മലയാളം ഫസ്റ്റാണ് ഗൈസ്. മലയാളം ഫസ്റ്റിന് എനിക്ക് 40 ഉണ്ട്. അടുത്തത് മലയാളം സെക്കൻഡ്. മലയാളം സെക്കൻഡിന് എനിക്ക് 40-39 മാർക്കാണുള്ളത്. പിന്നെ ഇത് സോഷ്യൽ സയൻസിൻ്റെ പേപ്പറാണ് ഗൈസ്. സോഷ്യൽ സയൻസിന് എനിക്ക് 80-77 മാർക്കാണ് ഉള്ളത്. ഇത് കെമിസ്ട്രിക്ക് എനിക്ക് 40-38 മാർക്കുണ്ട്. ഇതെൻ്റെ ഹിന്ദിയുടെ പേപ്പർ. ഹിന്ദിക്ക് എനിക്ക് 40-38 മാർക്കുണ്ട്. 37-38 ആക്കി 40-38 മാർക്ക്. ഇത് ഫിസിക്സിൻ്റെ പേപ്പർ. ഫിസിക്സിന് എനിക്ക് 40-35 മാർക്കുണ്ട്. ഇത് ഗൈസ് എൻ്റെ മാത്സിൻ്റെ പേപ്പർ. മാത്സിന് എനിക്ക് 80-74 മാർക്കുണ്ട്. ഇതെൻ്റെ ബയോളജിയുടെ പേപ്പർ. ബയോളജിക്ക് എനിക്ക് 40-39 മാർക്കുണ്ട്. പിന്നെ ഉള്ളത് ഇത് ഗൈസ് എൻ്റെ വർക്ക് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ്റെ പേപ്പറാണ്. ഇതിനെനിക്ക് 15-11 മാർക്ക്. പിന്നുള്ളത് ആർട്ട് എഡ്യൂക്കേഷൻ്റെ പേപ്പറാണ്. ഇതിന് എനിക്ക് 15-11 മാർക്കുണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. ഇത് 8ാം ക്ലാസ്സിൽ എൻ്റെ മാർക്ക് ലിസ്റ്റാണ് ഗൈസ്. നിങ്ങൾ നോക്കൂ. ഇനി ഞാൻ എൻ്റെ 9ലെ മാർക്ക് ലിസ്റ്റ് കാണിച്ചു തരാം. ഇത് ഓണം എക്സാമിൻ്റെതും ക്രിസ്മസ് എക്സാമിൻ്റെയും ഉള്ളതാണ്. മാർക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്നെ ഒരു നോട്ടം നോക്കി ഗൈസ്. കാരണം അവിടെ ഇവിടെ ഇച്ചിരി മാർക്കൊക്കെ കുറഞ്ഞു. പിന്നെ മീറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി അനിയത്തിനെ വിളിച്ചു ബേക്കറിയിലോട്ട് വിട്ടു. പക്ഷേ അമ്മ എന്നെ ഒരു ഷാർജയിൽ ഒതുക്കി ഗൈസ്. ഷാർജയെങ്കിൽ ഷാർജ, മാർക്ക് പറഞ്ഞുകൊണ്ടൊന്നും മേടിച്ചെടുത്തില്ലെന്ന് അമ്മ പറഞ്ഞായിരുന്നു. കിട്ടിയതും കുടിച്ചുകൊണ്ട് നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. പിന്നെ വീഡിയോ ഇട്ട് കാണാം. ടാറ്റാ.